ഇപ്പം കർണാടക ഭരിക്കുന്നത് ഈ എന്താണ് പറയുക, ഹൈക്കമാൻഡ് നോമിനേറ്റ് ചെയ്ത്, ഹൈക്കമാൻഡ് നിയോഗിച്ച്, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരാണല്ലോ ഹൈക്കമാൻഡ്. അവർ നോമിനേറ്റ് ചെയ്ത കർണാടക മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി ക്ലിയർ ചെയ്തില്ല? കേരള ഗവൺമെൻറ്റിൻ്റെ പ്രയർ സുപ്രീം കോടതിൻ്റെ മുമ്പിലുണ്ട്. അത് കൺസിഡർ ചെയ്യാനല്ല, അതിൻ്റെ കർണാടക ഗവൺമെൻറ്റിനോട് റിമാർക്സ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോ പറഞ്ഞവർ. അതിന് ആൻസർ ചെയ്യണ്ടേ? ആൻസർ ഉണ്ടായില്ല വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ. നിലമ്പൂർ നന്തൻകോട് റെയിൽപാതയുടെ വിഷയം, ആ വിഷയം അന്ന് റേസ് ചെയ്തതാണ്. ഈ സ്റ്റെപ്പ് അദ്ദേഹം 5 വർഷക്കാലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഒരു റിപ്ലൈ ഉണ്ടായില്ല. ഇവിടെ ചൂരൽമല ദുരന്തം ഉണ്ടായി, എത്ര ആൾ മരിച്ച്? അദ്ദേഹം റിസൈൻ ചെയ്തത് കൊണ്ട് ഇവിടെ ഒരു വാക്വം വന്നു. അതിന് ഉത്തരവാദി രാഹുൽ ഗാന്ധിയല്ലേ ഒന്ന്. പിന്നീട് ഞങ്ങൾ ചോദിച്ചത്, ഇവിടെ XMP ആണല്ലോ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തോ ദേശീയ അടിസ്ഥാനത്തിൽ? എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയോട് ചോദിച്ചോ? ഇത്രയും ആളുകൾ സ്പെഷ്യൽ പാക്കേജ് കൊടുക്കണം, റിഹാബിലേറ്റ് ചെയ്യണം, അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കോടി രൂപ അനുവദിക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്ലിയർ പ്രപ്പോസൽ കൊടുത്തു. ഇവിടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് ഓമന കുട്ടിയെ വീഡിയോ വെച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് കാണിച്ചതിന് ശേഷം CMോട് പറഞ്ഞത്, നിങ്ങൾ റിപ്പോർട്ടായിക്കോ, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ചെയ്തില്ല, ഒരു രൂപ അനുവദിച്ചില്ല. ബീഹാറിന് അഡ്വാൻസ് കൊടുത്തു, ആന്ധ്രയ്ക്ക് അഡ്വാൻസ് കൊടുത്തു. കേരളത്തിൻ്റെ ക്ലിയർ പ്രപ്പോസൽ ഇപ്പോഴും പെൻഡിങ് വെച്ചിരിക്കുക. രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളിൽ 19 പേരും UDF ആണ്. ഇവരെന്ത് ചെയ്തു? ഒരു ദിവസം 1 മണിക്കൂർ പ്രൈം മിനിസ്റ്റർ അവിടെ പോയി സത്യാഗ്രഹം ഇരുന്നൂടെ? രാഹുൽ ഗാന്ധിക്ക് ഇരുന്നൂടെ? ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്തതെന്ന് ഞങ്ങൾ ചോദിച്ചു. ഇവിടെയുള്ള കാർഷിക മേഖല, കുരുമുളകിൻ്റെ തകർച്ചയ്ക്ക് എന്ത് കാരണം? റബ്ബറിൻ്റെ തകർച്ചയ്ക്ക് എന്ത് കാരണം? തേയിലയുടെ തകർച്ചയ്ക്ക് എന്ത് കാരണം? അടക്കയുടെ തകർച്ചയ്ക്ക് എന്താണ് കാരണം? പാൽ കർഷകർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശുവിനെ വളർത്തി ജീവിക്കുന്ന ജനസമൂഹമുള്ള ഒരു പ്രധാന മേഖലയാണ് വയനാട്. ഇതിൻ്റെ എല്ലാം ക്രൈസിസിന് എന്താ കാരണം? അതിന് ഒരു സാമ്പത്തിക നയമാണ്. ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള കരാറുകളാണ് ഇതിൻ്റെ നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ മാർക്കറ്റിനകത്ത് അവർ പിടിമുറക്കുകയാണ്. നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ലോക്സഭയിൽ എന്ത് പറഞ്ഞു? എന്തെങ്കിലും ലക്ഷം പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ. ആ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് ഒരക്ഷരം പറഞ്ഞില്ല. ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ഇതാണ്. ഒരക്ഷരം പറയാതെ ഒരു ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ പൊളിറ്റിക്സ് പറയുന്നില്ല. പിന്നെന്താ പറയുക? തിരഞ്ഞെടുപ്പിൽ അവരെന്താ ചെയ്തത്? പൊളിറ്റിക്സ് പറയാതെ വൈകാരിക തലം ഉണ്ടാക്കി. വൈകാരിക തലം എന്ന് പറഞ്ഞാൽ എന്താ? നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യവും അവരെ ഒരു രാജ്യത്തിന് വേണ്ടി അവരെ ജീവൻ ആ കുടുംബത്തിൻ്റെ ജീവൻ്റെ സമർപ്പണവും ഒക്കെ തന്നെ വൈകാരികമായി അവതരിപ്പിച്ചു. ആ വൈകാരികതയെ സ്പർശിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ ഈ കലാശക്കൊട്ട് എന്ന് പറയുമ്പം സഹോദരിയും സഹോദരനും പരസ്യമായി ഉമ്മ വെച്ച് ഒരു വൈകാരിക തല പഴയതിലേക്ക് പോവുകയാണ്. ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു, രാജീവ് ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോയിട്ടുള്ളത്. ഈ തരത്തിൽ അതുപോലെ തന്നെ ഈ കപ്പയും പിന്നെ ചമ്മന്തിയും കഴിക്കുന്ന വിഷയം ഇങ്ങനെയാണ് പൊളിറ്റിക്സ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പ്രിയങ്ക ഗാന്ധി ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലക്ക് നിലമ്പൂർ സംസാരിക്കുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി സ്റ്റേജിൽ കയറി വന്നു. അത് അദ്ദേഹം ഒരു ഡെമോക്രസി, ഒരു വിപുലമായ ഒരു ബ്രോഡായ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലക്ക് ഇത് സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് അവർ. അത് ശരി തന്നെയാണിത്, നല്ല കാര്യമാണ്, സ്വാഗതം ചെയ്തു ഞാൻ അങ്ങോട്ട് പോകുന്നത് ശരിയാണ്. പക്ഷേ അവരോട് അന്നും ചോദിച്ചു ഈ വിഷയം. ചോദിച്ച സമയത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കും. ഞാൻ എൻ്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ അവരെ കൈ പിടിച്ച് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്നവർ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസി 2014 നിങ്ങൾ ജയിച്ചത് 20,700 വോട്ടിന് മാത്രമാണ്. ഞാൻ ജയിക്കുമെന്ന് LDF കാൻഡിഡേറ്റ് ജയിക്കുമെന്ന് കോൺഫിഡൻസ് എനിക്കുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ്. നിങ്ങൾ പൊളിറ്റിക്കൽ ഇഷ്യൂ ഡിബേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഇഷ്യൂ ഡിബേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ നോൺ പൊളിറ്റിക്കലായ നോൺ ഡെവലപ്മെൻ്റലായ ഇഷ്യൂസാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനോട് ഞങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്നിട്ടും ഒരു ഡൈവേർഷൻ ഉണ്ടായില്ലല്ലോ, ഒന്നും ഉണ്ടായില്ല.
ഇതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാണ്. മറ്റൊന്ന് ജനങ്ങളെ വഞ്ചിച്ചത്, പൊളിറ്റിക്കലായി വഞ്ചിച്ചത്. എന്താ വഞ്ചിച്ചത്? ഇവിടെ വന്ന് മത്സരിച്ചു, ആർക്കും 2 ടേൺ മത്സരിക്കുക, 2 സീറ്റിൽ മത്സരിക്കുക. മഹാനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് മത്സരിച്ചത്? 2 സീറ്റ് ഒരേ സമയം അനൗൺസ് ചെയ്തു. 2 സീറ്റ് ഒരേ സമയം അനൗൺസ് ചെയ്തു. എന്നിട്ട് ഓപ്പണായി പറഞ്ഞു, ഞാൻ 1 സീറ്റ് റിസൈൻ ചെയ്യും. പണ്ഡിറ്റ്ജി മാത്രമല്ല പറഞ്ഞത്, അങ്ങനെ മത്സരിച്ചല്ല അന്നത്തെ ദേശീയ നേതാക്കന്മാർ പറഞ്ഞത്. 1 സീറ്റ് ഞാൻ ഹോൾഡ് ചെയ്യും, 1 സീറ്റ് റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞത് സുതാര്യമായിരുന്നു. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. മത്സരിക്കുമ്പോൾ 2 സീറ്റുണ്ട്, മത്സരിക്കുന്ന 1 സീറ്റ് അയാൾ രാജിവെക്കും എന്ന് പറഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായത്? വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് കഴിയുന്നത് വരെ എന്താണ് ആ സീറ്റിൻ്റെ പേര്? റായ്ബറയെ ഹോൾഡ് ചെയ്ത് വെച്ചില്ലേ, പോക്കറ്റിലിട്ട് വെച്ച് ആ സീറ്റിൻ്റെ കാര്യം അവർ തീരുമാനിച്ചില്ലേ? നേരത്തെ AICC തീരുമാനിച്ചില്ലേ? ഹൈക്കമാൻഡ് തീരുമാനിച്ചില്ലേ? എന്താ മറച്ചു വെച്ച്? അത് ജനങ്ങളിൽ ചർച്ചാ വിഷയമാണ്. ജനങ്ങളോട് എന്താ പറഞ്ഞത്? വൈകാരികത, വോട്ട് കിട്ടാൻ വേണ്ടി. എന്താ വൈകാരികത? നേരത്തെ ഞാൻ സൂചിപ്പിച്ച വീഡിയോ ഉമ്മ വെച്ച വൈകാരികമായി തന്നെ ഞാൻ തറവാട്ടിലെ വയനാട് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി എൻ്റെ തറവാടാണ്. ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എൻ്റെ തറവാട്ടിലെ അംഗങ്ങളാണ്. ഞാൻ അതിലൊരു അംഗമാണ്. എങ്ങനെ പറയാൻ കാര്യം എന്താ? ആദ്യം മത്സരിച്ചപ്പോൾ 4 ലക്ഷത്തിലധികം വോട്ടിന് ലീഡ് കിട്ടി, പിന്നെ 60,000 വോട്ട് കുറഞ്ഞു. അപ്പോൾ വീണ്ടും വോട്ട് കുറയാതിരിക്കാൻ വേണ്ടി ഒരു അപ്പീലിങ്ങിലൂടെ ജനങ്ങളുടെ ഹൃദയം ടച്ച് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പീലിംഗ് കൊണ്ട് എന്നിട്ട് എന്താ അയാൾ ചെയ്തത്? ഇവിടുത്തെ വോട്ട്, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ വോട്ട് പെട്ടിയിലാക്കി പെട്ടിയിലായ ഉടനെ റിസൈൻ ചെയ്തു. അത് പൊളിറ്റിക്കൽ ബിട്രയാണത്, ജനവഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഞങ്ങളിവിടെ റേസ് ചെയ്തിട്ടുണ്ട്.